അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ തമിഴ്നാട് ഗൂഡല്ലൂർ എന്ന് പറയുന്ന പാടന്തറയിലാണ് താമസിക്കുന്നത്. അവിടെ നിങ്ങളൊക്കെ പത്രത്തിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പാടന്തറ മർക്കസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെയാണ് 800 കുട്ടികളെ വിവാഹം, പാവപ്പെട്ടവർ വിവാഹം നടന്ന ഒരു മഹല്ലാണ് ഞങ്ങളെ പാടന്തറ മഹല്ല്. അവിടെ ഒരു ചരിത്രം തന്നെ ആയിരുന്നു. 27 വീട് 1973 27 വീടായിരുന്നു ഞങ്ങളെ മഹലിലുണ്ടായിരുന്നത്. അതാണ് പാടന്തറ മഹല്ല്. അത് അവിടെ ഞങ്ങൾ എത്തിപ്പെട്ടത് എൻ്റെ വാപ്പ ചെറിയ വയസ്സിൽ ഇവിടെ മാട്ടുമ്മലെന്ന് പറഞ്ഞ സ്ഥലത്ത് അക്കരക്കണ്ടി എന്നായിരുന്നു ഞങ്ങളെ സ്ഥലത്തിൻ്റെ പേര്. അവിടുന്ന് വാപ്പ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് എനിക്ക് 8 മാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ വാപ്പാൻ്റെ കൂടെ കൊണ്ടോട്ടി നീർച്ച പറഞ്ഞ നീർച്ച ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ ആ നീർച്ചയ്ക്ക് ഇങ്ങനെ വർഷത്തിൽ വരുമ്പോൾ മാട്ടുമ്മൽ, അതുപോലെ തന്നെ ചോലക്കൽ അങ്ങനെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ അറവാനൊക്കെ ആയിട്ട് കൊണ്ടോട്ടി നീർച്ചക്കാർ ചണ്ട മുട്ടിയിട്ട് വരും. അപ്പോൾ എനിക്കന്നൊരു 10 വയസ്സുണ്ടാവും. അപ്പോൾ 8 മാസത്തിൽ എന്നെ കൊണ്ടുപോയിട്ട് പിന്നെ വർഷം ഇങ്ങനെ കൊണ്ടോട്ടി നീർച്ചയ്ക്ക് വന്നിരുന്നു. കൊണ്ടോട്ടി നീർച്ച കഴിഞ്ഞാൽ പിന്നെ അതും വന്നിട്ടില്ല. പിന്നെ എൻ്റെ വയസ്സിൽ 14 വയസ്സാണ് എൻ്റെ വാപ്പ മരിക്കുമ്പോൾ. പിന്നെ അങ്ങനെ ഞാനങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ വന്നു പോവുക എന്നല്ലാതെ നമ്മളെ കുടുംബത്തിനായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ പറയാനുണ്ടായ കാരണം, ഈ കുടുംബ സംഗമത്തിൽ ഏറ്റവും വലിയ സന്തോഷം എനിക്കാണുള്ളത്. കാരണം ഇങ്ങനെ ഒരു സംഗമം അത് വല്ലാത്ത ഒരു സന്തോഷമായി. കാരണം ചെറുപ്പത്തിൽ പോയതാണല്ലോ, പിന്നെ നമ്മളെ കുടുംബത്തിനായിട്ടൊന്നും അങ്ങനെ ബന്ധപ്പെടാറില്ല. അപ്പോൾ ഇത് എനിക്ക് വലിയൊരു സന്തോഷമായി. ഞങ്ങൾ 2 വണ്ടിയിലാണ് ഇപ്പം ഇന്ന് ഈ കുടുംബ സംഗമം കാണാൻ വന്നത്. അപ്പോൾ കുടുംബ സംഗമം മാത്രമല്ല, ഇനി കുടുംബ സംബന്ധം കൂടി ആവണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞങ്ങൾ തമിഴ്നാട്ടിലല്ലേ താമസിച്ചിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ യാതൊരു ബന്ധവുമില്ല. നിങ്ങളൊക്കെ തമ്മിൽ കാണാറുണ്ടായിരിക്കും. അപ്പം ഞങ്ങൾ വാപ്പ മരിച്ചതോടുകൂടെ പിന്നെ വല്ലാതെ ബന്ധം ഉണ്ടായിട്ടില്ല. പിന്നെ മാട്ടുമ്മൽ ഇങ്ങനെ ഇണ്ണി ഒക്കെ കല്യാണം ഉണ്ടാകുമ്പോൾ ഒരു 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ കുടുംബ സംഗമം എന്ന് പറയുന്ന ഒരു സംഗമത്തിൽ ഇന്ന് എനിക്കും എൻ്റെ കുട്ടികൾക്കും എൻ്റെ പേരക്കുട്ടികൾക്കും ഒക്കെ വന്ന് കാണാൻ വളരെ വളരെ ഭാഗ്യം കിട്ടിയത് തന്നെയാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കുടുംബ സംഗമം ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ ഒരു കല്യാണം നടക്കുന്ന സമയത്തേ ഉള്ളൂ ഇത്ര ജനങ്ങളെ കാണാൻ കഴിയുക. അപ്പോൾ ഒരു കുടുംബത്തിൽ ഇത്ര ആളുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. കാരണം ഞങ്ങൾ അവിടെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു കാലഘട്ടമല്ലേ. ഇപ്പോഴാണ് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോഴിക്കോട്ടൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കാണും എന്നല്ലാതെ, പിന്നെ ഇണ്ണിൻ്റെ അവിടെ കല്യാണം കഴിഞ്ഞപ്പോൾ 2 പ്രാവശ്യം വന്നു. പിന്നെ ചുമലക്കൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു, മൂപ്പരും കല്യാണം പറഞ്ഞപ്പോൾ 2 പ്രാവശ്യം വള്ളാമ്പുറത്ത് വന്നു പോയി. ഇങ്ങനെയൊക്കെയുള്ളൊരു വാപ്പയും ഉമ്മയും മരിച്ചതിൻ്റെ ശേഷം പിന്നെ വല്ലാതെ മോഹത്തിന് ബന്ധം ഉണ്ടായില്ല. പിന്നെ എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ചേനാട്ടുകുഴിയിലാണ്, അധികാരത്താണ് ഉമ്മാൻ്റെ തറവാട്. അപ്പോൾ എൻ്റെ ഉമ്മ ചേനാട്ടുകുഴിയെത്തിയാണ്, വാപ്പ മണ്ണുകച്ചാലിയാണ് എന്നൊക്കെ ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കൂടി ഒരു ഉത്സാഹം തോന്നുകയാണ്. അപ്പോൾ ഇവിടെ ഈ കുടുംബ സംഗമത്തിൽ എൻ്റെ അത്ര സന്തോഷം ആർക്കെങ്കിലും ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ഞാൻ, എൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അപ്പോൾ എന്നോട് പിന്നെ ഇവിടുന്ന് ഒരാൾ പറഞ്ഞു ഒരു ബെയ്ത്ത് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ മോങ്ങത്ത് ഒളോത് തിർപ്പഞ്ചിൻ്റെ അടിയിൽ നിന്ന് 2 ഉസ്താദന്മാരെയാണ് എൻ്റെ വാപ്പ അന്ന് ഗൂഡല്ലൂർക്ക് കൊണ്ടുപോയത്. അങ്ങനെ അവിടെ വെച്ചിട്ട് മദ്രസ് നടന്നു. ആ മദ്രസിൽ വെച്ചിട്ട് എനിക്ക് എൻ്റെ ഉസ്താദന്മാർ പഠിപ്പിച്ചു തന്ന ബെയ്ത്താണ് ഞാനിവിടെ ചെല്ലാൻ പോകുന്നത്. അതും നമ്മൾ മോങ്ങത്ത് നിന്ന് ഒളത് തിർപ്പഞ്ചി ഒരു തറവാടിൻ്റെ പേര് കല്ലിങ്ങൽ എന്നാണ്, ആ ഉസ്താദിൻ്റെ പേര് കുഞ്ഞറൂട്ടി ഉസ്താദ് എന്നാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ വലിയ ഉസ്താദും ചെറിയ ഉസ്താദ് എന്നാണ് പറയാം. 2 ആളെയും ഒളമത് തിർപ്പഞ്ചിന്ന് കൊണ്ടുവന്ന വലിയ ഉസ്താദിൻ്റെ തറവാടിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ ചെറിയ ഉസ്താദ് പിന്നെ കുഞ്ഞറൂട്ടി ഉസ്താദ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം എനിക്ക് എഴുതി തന്ന ഒരു ബെയ്ത്ത് എനിക്ക് കുറേ എഴുതി തന്നിട്ടുണ്ട്. എങ്കിലും ഞാനിവിടെ ഒരു ബെയ്ത്ത് ചെല്ലാൻ ഉദ്ദേശിക്കുകയാണ്. ഇറയോൻ്റെ തൂതരായി ഭുജാതരായ രോജ
ഇരുൾ പ്രകാശം വീശും നബി രാജരാജ एहसानो मेरे दिल पे कुमारा है दोस्तों ए दिल तुम्हारे प्यार कमारा है दोस्तों ഇറയോൻ്റെ തൂതരായി ഭുജാതരായ രോജ ഇരുളിൽ പ്രകാശം വീശും നബി രാജരാജ സ്വത്തായ നബിയെ മണിമുത്തായ നബിയെ സത്യസന്നിധിയെ ഭുവിയിൽ വാഴ്ത്തിയ നബിയെ സന്താപം തീർത്തിടുന്ന നബി രാജരാജ സന്തോഷം ചേർത്തിടുന്ന നബി രോജ രോജ एहसानो मेरे दिल पे कुमारा है दोस्तों ए दिल तुम्हारे प्यार कमारा है दोस्तों एहसानो मेरे दिल पे कुमारा है कामों से ए दिल तुम्हारे प्यार कमारा है कामों से ആരാധനയ്ക്ക് അർഹൻ അല്ല തന്ന കൺമണി ആരാരിലും തണി അരുളിടുന്ന പൊന്മണി അതിരറ്റ പ്രേമമാർന്ന നബി രാജരാജ അഴകുറ്റ സ്വർഗമിൽ വിടർന്ന രോജ രോജ അതിരറ്റ പ്രേമമാർന്ന നബി രാജരാജ അഴകുറ്റ സ്വർഗമിൽ വിടർന്ന രോജ രോജ एहसानो मेरे दिल पे कुमारा है दोस्तों ए दिल तुम्हारे प्यार कमारा है दोस्तों പാവങ്ങളിൽ ഗതി തരുന്ന രാജരാജ പാടുന്ന സീവിയിൽ തണി തരുന്ന രോജ ഏകറബുല്ലാലമീനായുള്ള ഗോനെ ഞങ്ങളേവരും പ്രാർത്ഥിച്ചിടുന്നു തമ്പുരാനെ ഭാവിയിൽ ഗുണമെത്തിടും ഫുർഖാൻ അളീമ നല്ല ഭാഷ വൃത്തിയോടെയും ഖിയാസിലൂമ നാവതിൽ തജവീദനും മഖ്സൂദമാനെ എന്നും നാദമ ഫസഹത്തിലും അതിവേഗമാനെ എഹ്സാനു മേരെ ദിൽ പെ കുമാരാ ഹെ ദോസ്തോ എ ദിൽ തുമാരെ പ്യാർ കമാരാ ഹെ ദോസ്തോ പാവങ്ങളിൽ ഗതി തരുന്ന രാജരാജ പാടുന്ന എംസിയിൽ തണി തരുന്ന രോജ പാവങ്ങളിൽ ഗതി തരുന്ന രാജരാജ പാടുന്ന എംസിയിൽ തണി തരുന്ന രോജ एहसानो मेरे दिल पे कुमारा है दोस्तों ए दिल तुम्हारे प्यार कमारा है दोस्तों അൽഹംദുലില്ലാ അപ്പോൾ നിങ്ങളെ സന്ദർശിക്കുക